ഭൗതിക ശാസ്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ജ്യോതിശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നീ നിലകളിലൊക്കെ കഴിവ് തെളിയിച്ച ഇറ്റലിക്കാരൻ. മരിച്ച് 350 കൊല്ലം കഴിഞ്ഞിട്ടും ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം. പ്രകൃതിയെ സംബന്ധിച്ച് പല പഴയ വിശ്വാസങ്ങളും തെറ്റാണെന്ന് ആദ്യമായി തെളിയിച്ചത് അദ്ദേഹമായിരുന്നു. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വ ചരിത്രമാണ് ദ 100 എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പട്ടികയിൽ 12ാം സ്ഥാനം ഈ ശാസ്ത്രജ്ഞനാണ്. ഇന്ന് ജനുവരി 8. ശാസ്ത്രത്തിന് മുൻപേ നടന്ന ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞു നോട്ടത്തിലേക്ക് സ്വാഗതം. ആധുനിക ശാസ്ത്ര വിപ്ലവത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനി. നിരീക്ഷണം, പരീക്ഷണം, ഗണിതവൽക്കരണം ഇവയാണ് ശാസ്ത്രത്തിന്റെ പഴയ ആയുധങ്ങളെന്ന് ലോകത്തിന് ആദ്യമായി കാട്ടിക്കൊടുത്ത പ്രതിഭ. പ്രപഞ്ചം രചിക്കപ്പെട്ടിരിക്കുന്നത് ഗണിത സമവാക്യങ്ങളാലാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന് അടിത്തറയിട്ട സാക്ഷാൽ ഐസക് ന്യൂട്ടൻ പോലും ഗലീലിയോ സൃഷ്ടിച്ച അടിത്തറയിൽ നിന്നാണ് പ്രവർത്തിച്ചത്. ശാസ്ത്രജ്ഞൻ എന്ന പദം 20ാം നൂറ്റാണ്ടിന്റെ സംഭാവനയാണെങ്കിലും ആദ്യ ശാസ്ത്രജ്ഞൻ എന്ന് ഗലീലിയോയെ വിശേഷിപ്പിക്കുവാൻ ഇന്ന് ചരിത്രകാരന്മാർ മടിക്കുന്നില്ല. നിലവിലുള്ള വസ്തുതകളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്തും തിരുത്തിയും മാത്രമേ ശാസ്ത്രത്തിന് മുന്നേറാൻ കഴിയൂ എന്ന് സ്വജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു. അതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഒരുപക്ഷെ വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള സംഘർഷത്തിന്റെ നടുത്തളത്തിൽ ഗലീലിയോയെ പ്രതിഷ്ഠിച്ചു. തകർപ്പൻ കണ്ടെത്തലുകളും അദ്ദേഹത്തിന്റെ ഗവേഷണ കണ്ടെത്തലുകളും ഉള്ളതിനാൽ തന്നെ ഗലീലിയോ ഗലീലിക്ക് ആമുഖമൊന്നും ആവശ്യമില്ല. ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ഗലീലിയോ ഗലീലി തന്റെ അമൂല്യമായ ജ്ഞാനം പങ്കുവയ്ക്കുന്നതിൽ നിന്ന് പ്രചോദനാത്മകമായ നിരവധി ഉദ്ധരണികൾ നൽകിയിട്ടുണ്ട്. അവയിലൊന്നാണ് ചന്ദ്രശരീരം കാണുന്നത് മനോഹരവും ആനന്ദകരവുമാണ് എന്നത്. മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം ഒരു പ്രശസ്ത എഞ്ചിനീയർ, ഗണിതശാസ്ത്രജ്ഞൻ, ഭൗതിക ശാസ്ത്രജ്ഞൻ എന്നിവരായിരുന്നു. മെച്ചപ്പെട്ട ദൂരദർശിനി ഗലീലിയോ ഗലീലിയുടെ കണ്ടുപിടുത്തങ്ങളിൽ ഉൾപ്പെടുന്നു. ലോകത്തിന്റെ ഹീലിയോസെൻട്രിക് മാതൃകയിൽ ഗ്രഹവ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് അദ്ദേഹം വിശദീകരിച്ചു. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ചന്ദ്രന്റെ ഘട്ടങ്ങൾ, ക്ഷീരപഥത്തിലെ നക്ഷത്രം, പെൻഡുലം ക്ലോക്ക് എന്നിവയുടെ കണ്ടെത്തൽ ഗലീലിയോ ഗലീലിയുടെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. വിൻസെൻസോ ഗലീലിയുടെ മൂത്ത മകനായ ഗലീലിയോ 1564 ഫെബ്രുവരി 15 ടസ്കനിയിലെ പിസയിലാണ് ജനിച്ചത്. ഒരു കൊട്ടാര സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. 1572 ഗലീലി കുടുംബം ഫ്ലോറൻസിലേക്ക് താമസം മാറിയപ്പോൾ ഗലീലിയ വല്ലംബ്രോസിയിലെ ആശ്രമ സ്കൂളിൽ ചേർന്നു. ഈ ആശ്രമത്തിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം പിസ സർവകലാശാലയിൽ മെഡിക്കൽ ബിരുദത്തിന് ചേർന്നു. അദ്ദേഹം മെഡിസിൻ പഠിക്കുവാൻ പോകുകയായിരുന്നു. പക്ഷേ ഗണിതത്തോടുള്ള അഭിനിവേശം കാരണം അദ്ദേഹം ഈ ബിരുദം പൂർത്തിയാക്കിയിട്ടില്ല. പിതാവിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ ഗണിതശാസ്ത്ര അധ്യാപകനായ ഓസ്റ്റിലിയോ റിക്കിയുടെ അടുത്ത് അദ്ദേഹം ഗണിതം പഠിച്ചു. തുടർന്ന് പഠിക്കുമ്പോൾ അരിസ്റ്റോട്ടീലിയൻ തത്വശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തുവാൻ തുടങ്ങി. ഈ പ്രഭാഷണങ്ങൾ നിലനിൽക്കുന്നതിൽ ഇന്നും വിജയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ബിരുദം പൂർത്തിയാകാതെ അദ്ദേഹം സർവകലാശാല വിട്ടു. യൂണിവേഴ്സിറ്റി വിട്ട ശേഷം അദ്ദേഹം ഫ്ലോറൻസിലും സീനിയയിലും ഗണിതശാസ്ത്ര വിഷയങ്ങളിൽ സ്വകാര്യ പ്രഭാഷണങ്ങൾ നടത്തുവാൻ തുടങ്ങി. ഈ സമയത്താണ് ഗലീലിയോ ലാ ബിലാൻസെറ്റ എഴുതിയത്. ഈ ലഘുഗ്രന്ഥം കയ്യെഴുത്ത് പ്രതിരൂപത്തിലാണ് പ്രചരിച്ചത്. ശേഷം അടുത്ത 2 പതിറ്റാണ്ടുകളായി അദ്ദേഹം ചലനം പഠിക്കുവാൻ തുടങ്ങി. ബൊലോഗ്ന സർവകലാശാലയിൽ ഗണിതശാസ്ത്രത്തിന്റെ ചെയർ നേടുവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം ഫ്ലോറസെന്റൽ അക്കാഡമിയിൽ 2 പ്രഭാഷണങ്ങൾ നടത്തി. ഗുരുത്വാകർഷണ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ അദ്ദേഹത്തെ ഗണിതശാസ്ത്രജ്ഞർക്കിടയിൽ പ്രശസ്തനാക്കി. താമസിയാതെ തന്നെ പിസ സർവകലാശാലയിലെ ഗണിതശാസ്ത്ര അധ്യക്ഷനായി. എന്നിരുന്നാലും പരോഡ സർവകലാശാലയിലായിരുന്നു 1592 മുതൽ 1610 വരെ. ഗലീലിയോ സ്പൈഗ്ലാസ് പഠിക്കുകയും ടെലസ്കോപ്പ് നിർമ്മാണത്തിൽ പരീക്ഷണം ആരംഭിക്കുകയും ചെയ്തു. ദൂരദർശിനിയുടെ ആദ്യ ഉപജ്ഞാതാവ് അദ്ദേഹമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ പരിഷ്കരിച്ച ദൂരദർശിനി സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തെ അനുവദിച്ചു. 8-9 തവണ വലുതാക്കിയതോടെ അദ്ദേഹത്തിന്റെ ദൂരദർശിനി ചന്ദ്രന്റെ ഉപരിതലം കാണാനായി സാധിച്ചു. ഈ ഒരു കണ്ടുപിടുത്തം പിന്നീട് ചർച്ച ചെയ്യുന്ന നിരവധി കണ്ടെത്തലുകളിലേക്ക് നയിച്ചു. പെൻഡുലം ക്ലോക്കിന്റെ ആദ്യ രൂപകൽപ്പനയും അദ്ദേഹം ലോകത്തിന് നൽകി.
എന്നിരുന്നാലും 17-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഹ്യൂഗൻസ് ആയിരുന്നു. തന്റെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഉപയോഗിച്ച് ഗലീലിയോ നിരവധി വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. പരിഷ്കരിച്ച തന്റെ ദൂരദർശിനി കണ്ടെത്തലിന്റെ സഹായത്തോടെ ചന്ദ്രന്റെ ഉപരിതലം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. ചന്ദ്രനിൽ ഗർത്തങ്ങളും മലകളും ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഗലീലിയോ ആയിരുന്നു. പർവ്വതത്തിന്റെ ഉയരം കണക്കാക്കാൻ അദ്ദേഹം സൂര്യൻ സൃഷ്ടിച്ച പർവ്വതങ്ങളുടെ നിഴലിന്റെ നീളം ഉപയോഗിച്ചു. അങ്ങനെ ചന്ദ്രപർവ്വതങ്ങൾ ഭൂമിയിലെ പർവ്വതങ്ങളുമായി വളരെ സാമ്യമുള്ളതാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുപോലെ തന്നെയാണ് തന്റെ ഹീലിയോസെൻട്രിക് മോഡൽ ഉപയോഗിച്ച് അദ്ദേഹം ഗ്രഹചലനത്തെക്കുറിച്ച് വിശദീകരിച്ചത്. ശുക്രൻ ഗ്രഹത്തിന്റെ ഘട്ടങ്ങൾ ചന്ദ്രന് സമാനമാണെന്നും അദ്ദേഹം കണ്ടെത്തി. എന്നിരുന്നാലും അവരുടെ ജ്യാമിതി അവർ അവകാശപ്പെട്ട ലഭിച്ച ജ്ഞാനവുമായിട്ട് ചായ്വുള്ളതായിരുന്നില്ല. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളായ ലോ, ഗാനിമീഡ്, യൂറോപ്പ, കാലിസ്റ്റോ എന്നിവയും ഗലീലിയോ കണ്ടെത്തി. ഈ ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ ഗലീലിയോയുടെ ഉപഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ കണ്ടുപിടുത്തമെല്ലാം ഭൂമിയെ ചുറ്റുന്നു എന്ന സങ്കല്പത്തിനും വിരുദ്ധമായിരുന്നു. ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു ക്ഷീരപഥത്തിലെ നക്ഷത്രം. 1610 ഗലീലിയോ തന്റെ ദൂരദർശിനി ഉപയോഗിച്ച് ക്ഷീരപഥം ഓരോ നക്ഷത്രങ്ങളാൽ നിർമ്മിതമാണെന്നാണ് കണ്ടെത്തിയത്. ക്ഷീരപഥം അനേകം നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം മാത്രമല്ല എന്നും അസാധാരണമാം വിധം സാന്ദ്രമായ നക്ഷത്രങ്ങളുടെ ശേഖരണം ണെന്നും അദ്ദേഹം കണ്ടെത്തി. ഗലീലിയോ തന്റെ പരീക്ഷണങ്ങളുടെ സഹായത്തോടു കൂടി ഒരു വസ്തുവിന്റെ പതനത്തിന്റെ വേഗത അതിന്റെ പിണ്ഡത്തിൽ നിന്ന് സ്വതന്ത്രമാണെന്ന് അവകാശപ്പെട്ടിരുന്നു. തന്റെ സിദ്ധാന്തം തെളിയിക്കാൻ പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് വ്യത്യസ്ത ഭാരമുള്ള വസ്തുക്കൾ അദ്ദേഹം താഴെയിട്ടു. ചലനത്തിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. അത് അദ്ദേഹത്തെ ജനപ്രീതിയില്ലാത്തവനാക്കി. തന്റെ ദൂരദർശിനി ഉപയോഗിച്ച് നിക്കോളാസ് കോപ്പർനിക്കസിന്റെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന നിരവധി കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തി. സൗരയൂഥം നിലനിൽക്കുന്നത് സൂര്യന്റെ മധ്യഭാഗത്തും മറ്റ് ഗ്രഹങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുമാണ് എന്ന് അദ്ദേഹം സംഗ്രഹിച്ചു. എന്നിരുന്നാലും ഈ കണ്ടെത്തലുകളും നിഗമനങ്ങളും അദ്ദേഹത്തിന്റെ ജീവപര്യന്തം തടവിൽ കലാശിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പരീക്ഷണങ്ങൾ, സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ എന്നിവ കാരണം അദ്ദേഹത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നു. ജ്യോതിശാസ്ത്രം, ഭൗതികശാസ്ത്രം, പ്രപഞ്ചശാസ്ത്രം, ഭൗതികശാസ്ത്രം എന്നിവയിലെ അദ്ദേഹത്തിന്റെ മികച്ച കൃതികൾ വളരെയധികം അഭിനന്ദനങ്ങളും ചിലപ്പോൾ ചൂടേറിയ വിവാദങ്ങളുമായി മാറി. പെൻഡുല സിദ്ധാന്തം ഉൾപ്പെടെ ചലനം, ത്വരണം, ജഡത്വം എന്നിവ സംബന്ധിച്ച് ബലതന്ത്രത്തിൽ താൻ നടത്തിയ സുപ്രധാന കണ്ടെത്തലുകളെ കുറിച്ചുള്ള ഗ്രന്ഥം വീട്ടുതടങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ 1638 ഗലീലിയോ പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ ആരാധകർ ആ സ്ഥാനം രഹസ്യമായി ഇറ്റലിക്ക് വെളിയിലെത്തിച്ച് പ്രസിദ്ധീകരിച്ചു. 1642 ഗലീലിയോ വിടവാങ്ങി. ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പിന്തുടർച്ചയെന്ന വിധം ഗലീലിയോ മരിച്ച വർഷം ഐസക് ന്യൂട്ടൺ ജനിച്ചു. ഗലീലിയോയുടെ കണ്ടെത്തലുകളും നേട്ടങ്ങളും അദ്ദേഹത്തിന് വ്യാപകമായ അംഗീകാരം നേടിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട പ്രവൃത്തിയും ജ്ഞാനവും പരീക്ഷണങ്ങളും എന്നേക്കും നിലനിൽക്കുന്ന ഒരു പൈതൃകമാണ്.